ഫാനൊന്നും കുഴപ്പമൊന്നുമില്ല, എല്ലാം വർക്കിംഗ് ആണ്. നീ കാണിക്കുന്നേ നൈറായി നോക്ക്. ഇതുകൊണ്ട് ഇത് ശരിയാകുമോ? എനിക്ക് തോന്നുന്നില്ല. മൂക്കിനകത്തിടാനല്ലേ, നീ മൂക്കിനകത്തിട്ടോണ്ടിരിക്കുമല്ലോ, അതിനോട് തന്നാ. മൂക്കോ? ഞാനൊരു പടം വരയ്ക്കാൻ നോക്കുക. പടം വരയ്ക്കുന്ന എന്തിന്? നവരെ നിനക്ക് പടം വരയ്ക്കണമെങ്കിൽ അവനോട് പറഞ്ഞാൽ പോരെ, അവൻ വരച്ച് തരികയല്ലേ. പിന്നെ കുഴപ്പം, അവൻ ഹെൽപ്പ് ചെയ്യില്ലെന്ന് പറഞ്ഞു, വരച്ച് തരികയില്ലെന്ന് പറഞ്ഞോ. അപ്പോൾ വേറെ എന്തോ വരയ്ക്കാനാണ്. അല്ലെ പിന്നെ വരച്ച് തരികയെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. സത്യം പറ, എന്നാ സംഭവം? ഡ്രോയിങ് ക്ലാസ്സിൽ അടിപൊളി. ഇത് നല്ല ഡ്രോയിങ്സ് ആണല്ലോ, എൻ്റെയും കൂടെ ഒരു പിക്ക് വരച്ച് തരുമോ? റെഡിയാ? ഞാനേ പിന്നെ ഒരു വീഡിയോ കണ്ടേ, ഒരു പുള്ളി ആളുകളുടെ ഫോട്ടോ നോക്കിയിട്ട് വരച്ചു കൊടുക്കുക. വരയ്ക്കെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് 2-3 മണിക്കൂർ കൊടുത്ത് വരയ്ക്കുന്നത്, പക്ഷെ നല്ല പൊളിയായിട്ടാണ് വരയ്ക്കുന്നത്, നല്ല സൂപ്പറായിട്ടുള്ള ഫോട്ടോ. അല്ല, നിനക്ക് ഇങ്ങനെ വരയ്ക്കാനൊക്കെ താല്പര്യമുള്ളതുകൊണ്ട് പറഞ്ഞതാ. ചിലപ്പോൾ നിനക്ക് വരയ്ക്കാൻ പറ്റുമായിരിക്കും അല്ലേ? എനിക്കും പറ്റുമായിരിക്കും, പടം വരയ്ക്കുന്നതാണല്ലോ. അന്നാലേ ഞാനൊരു ഫോട്ടോ തരട്ടെ, അത് നോക്കി വരയ്ക്കാൻ പറ്റുമോ? ഇല്ല വേണ്ട, പറ്റത്തില്ല. നിനക്ക് പറ്റത്തില്ലെങ്കിൽ വേണ്ട, കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. എനിക്കിപ്പോൾ കുറച്ച് തിരക്കുണ്ട്, ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോഴത്തേനും വേണം, നമുക്ക് നോക്കാം. ഓക്കെ, എന്നാൽ ശരി, ഇനി പോയിട്ട് വേഗം വരുമല്ലോ അല്ലേ? ഞാൻ അപ്പോഴത്തേക്കും നിനക്ക് നല്ലൊരു ഫോട്ടോ കണ്ടുപിടിച്ച് നോക്കാം, നിനക്ക് വരയ്ക്കാനായിട്ടുള്ള അടിപൊളി ഫോട്ടോ. ഓക്കെ, നീ വന്നോ? 1/2 മണിക്കൂറായോ? എടാ, ഞാനേ നല്ലൊരു സൂപ്പർ ഫോട്ടോ ശരിയാവും തോന്നില്ല, എനിക്കിപ്പോൾ ടൈമില്ല. എനിക്ക് 3D മോഡലിങ് പഠിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ടേ പറ്റത്തുള്ളൂ. ഇപ്പം സമയമില്ല. വരയ്ക്കുന്നില്ലേ? എന്നാൽ ശരി, കുഴപ്പമില്ല. ഓക്കെ, എന്നാലും എടാ ഒന്നും ചുമ്മാ നോക്കാൻ വരെ, ചിലപ്പോൾ വരയ്ക്കാൻ പറ്റിയാലോ, നല്ല സൂപ്പറായിട്ട്. ശരി. ഇനിയിപ്പോൾ എന്നാ ചെയ്യുന്നേ? എനിക്ക് വരയ്ക്കാൻ പറ്റുമായിരിക്കുമോ? ഓക്കെ, അപ്പോൾ പേപ്പർ റെഡി, പേന, പെൻസിൽ കിട്ടി. ഇതെന്നെ ഇങ്ങനെ വെച്ചേക്കുന്നേ, അതിലോട്ടെ വരയ്ക്കാൻ പറ്റുമായിരിക്കും അല്ലേ? എടാ, ഞാനിനി എങ്ങനെയൊന്ന് വരച്ചെടുക്കുന്നേ? സ്പെഷ്യലായിട്ട് ഗിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞായിരിക്കും. എന്നാ ഇവിടെ? നീയായിരുന്നോ? അതെന്റെ ചാർക്കോൾ പെൻസിലല്ലേ? ഇതാ എൻ്റെ ചാർക്കോൾ പെൻസിലോട്ട് നീ എന്നാ കാണിക്കുന്നേ? ഇതിൻ്റെ ചാർക്കോളിനകത്ത് ഗ്രാഫീൻ ഉണ്ട്, നമുക്ക് കറണ്ട് കൊടുത്താൽ ഈ ഗ്രാഫീൻ അതൊന്ന് പുറത്തെടുക്കാൻ പറ്റും. പിന്നെ ഗ്രാഫീൻ ഉണ്ടാക്കുന്നു,
നിനക്ക് ഗ്രാഫിൻ ഉണ്ടാക്കണമെങ്കിൽ നീ കാശ് കൊടുത്ത് വേറെ പെൻസിൽ മേടിക്കുക. എൻ്റെ പെൻസിൽ എടുത്ത് തന്നെ ഗ്രാഫിൻ ഉണ്ടാക്കാൻ പോകുന്നേ പുല്ല്. ആഹാ എന്നാ കാര്യം സത്യം പറ. അയ്യടാ അവൻ്റെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ്. എന്നാ ഗിഫ്റ്റ് കിട്ടുമെന്ന് നിന്റെ വിചാരം? അയ്യടാ അങ്ങനെ ഇപ്പോൾ എൻ്റെ ചെലവിലെ നിനക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് കിട്ടാം. സൂത്രത്തിൽ സ്വർഗത്തിൽ പോകുന്നു വിചാരിച്ചു. ഇനിയിപ്പോൾ അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ എങ്ങനെ വരയ്ക്കുന്നതാണ് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. വരച്ച് ഫുള്ള് കാണിച്ചു തരുന്നതിന് മുന്നേ 2 ദിവസത്തേന് വേണ്ട, അടുത്ത ഒരാഴ്ച മുഴുവൻ നീ എൻ്റെ അടിമയായിരിക്കും. പറ്റുമോ? അപ്പൊ എനിക്കിന്ന് വൈകുന്നേരം കൊണ്ട് ഒരു നല്ലൊരു അടിപൊളി പടം വരയ്ക്കാൻ പറ്റുമോ? ഇന്ന് വൈകുന്നേരത്തേനോ? ഞാനാണോ മണ്ടൻ? അത് ഇവനാണോ മണ്ടൻ? മണ്ടനോ? നിനക്കാണോ നീ അയക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ 2 പേരും അയക്കൂ. പ്രശ്നം കേട്ടെ എല്ലാം കേൾക്കണോ? ശരി, ഓക്കെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാൻ ഫോട്ടോഷോപ്പിലാണ് വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു A3 സൈസ് ഡോക്യുമെൻ്റ് എടുക്കുക, ഫയൽ ഓപ്പൺ ചെയ്യുക. ഓക്കെ, A3 സൈസ് പേപ്പർ യൂസ് ചെയ്യുക, ഏതെങ്കിലും ബ്രഷ് എടുക്കുക. അപ്പോൾ നല്ലൊരു പടം വരയ്ക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു റെഫറൻസ് ഇമേജ് ആണ്. ഒരു റെഫറൻസ് ഇമേജ് വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ വരയ്ക്കണമെന്നില്ല. ആ ഒരു പോസ്റ്ററിൽ നമുക്ക് വേറൊരു ഫിഗറിനെ വരയ്ക്കാനോ എന്തായാലും നമുക്ക് ആ ഹെഡിൻ്റെയും അതുപോലെ തന്നെ നെക്കിൻ്റെയൊക്കെ ആ ഒരു ഷേപ്പിന് ആ ഒരു പ്രൊപ്പോർഷന് വേണ്ടിയിട്ടൊരു റെഫറൻസിനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഇതുപോലെ തന്നെ വരയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും വേറൊരു ലെയറിൽ തന്നെ നമ്മൾ വരച്ച് തുടങ്ങുക. അപ്പോൾ നല്ലതായിട്ട് ഒരു സർക്കിൾ വരച്ചാണ് തുടങ്ങേണ്ടത്. അപ്പോൾ എന്തായാലും നല്ലൊരു ബ്രഷ് എടുക്കുക. ഞാനിപ്പോൾ റെഡ് ബ്രഷാണ് എടുത്തേക്കുന്നത്. ഒന്ന് നമ്മുടെ റെഫറൻസ് ഇമേജിൻ്റെ മേളിൽ കൂടെ വരച്ചാലും എടുത്ത് കാണാവുന്ന ഒരു ബ്രഷ്. അപ്പോൾ നമുക്ക് ഇനി ഒരു ചെറിയൊരു സർക്കിൾ വരയ്ക്കാം. കറക്റ്റ് ലെയറൊക്കെ ചൂസ് ചെയ്തിട്ട് എന്തായാലും ഒരു തവണ വരയ്ക്കുമ്പോൾ ചിലർക്ക് കിട്ടും. എന്തായാലും പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഒരു തവണ വരയ്ക്കുമ്പോൾ നമുക്ക് തന്നെ സർക്കിൾ കിട്ടും. എന്തായാലും ഒരു 2, 3, 4, 5 തവണ വരച്ച് കഴിയുമ്പോഴത്തേക്കും നല്ലൊരു സർക്കിൾ എന്തായാലും നമുക്ക് കിട്ടാതിരിക്കില്ല. അപ്പോൾ ഒരു സർക്കിൾ വരച്ച് നമുക്ക് തുടങ്ങാം. ഓക്കെ, ഫ്രീ ഹാൻഡായിട്ട് നമ്മുടെ ഷോൾഡർ യൂസ് ചെയ്ത് വരയ്ക്കുകയാണെങ്കിൽ കറക്റ്റായിട്ടുള്ള സർക്കിൾ കിട്ടും. ഇനി നമുക്ക് ഈ ഒരു ഹെഡിൻ്റെ ഈ ടോപ്പ് ഭാഗത്താണ് ഈ സർക്കിൾ വരുന്നത്, ബ്രെയിൻ വരുന്ന ഭാഗം. പിന്നെ നമുക്കിനി ഈ ഒരു ഫേസ് സെൻറ്ററിൽ കൂടെ സ്പ്ലിറ്റ് ചെയ്യാം. അതാണ് സെൻട്രൽ ലൈൻ വരുന്നത്. ഓക്കെ, ഇതുപോലെ ഇരിക്കും. കറക്റ്റായിട്ടൊന്ന് വരച്ചെടുക്കുന്നു. ഈ സർക്കിൾ നമുക്ക് 3 ഈക്വൽ പാർട്സായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. നമ്മുടെ ഐക്കുള്ളതും അതുപോലെ തന്നെ ബാക്കി ഓരോ പാർട്സായിട്ട് നോസിനുള്ളത് അങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് ഈ മേളിൽ 3ആയിട്ട് ഡിവൈഡ് ചെയ്യണം. മേളിൽ 1ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അത് താഴത്തെ അണിയയുടെ മുകളിലത്തേത് 1, അതുപോലെ രണ്ടാമത്തേത് താഴത്തേത് ഐ ലൈന്. ഓക്കെ, നമുക്കൊന്ന് ഡിവൈഡ് ചെയ്തെടുക്കാം. ഓക്കെ, ഒരു 3D ഷേപ്പാണെന്നൊന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു കറക്റ്റ് ഒരു ഐഡിയ കിട്ടും. 3D ഇപ്പോൾ അതൊരു സർക്കിളിന് ഒരു സ്പിയറാണെന്ന് നമ്മളൊന്ന് കണക്ക് കൂട്ടുവാണെങ്കിൽ ഇനി ജോ വരയ്ക്കണം. ജോ വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ജോയുടെ ഡിസ്റ്റൻസ് എന്തോരോട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മുടെ ഐ ലൈനിൽ നിന്ന് ജോയിലോട്ടുള്ള ഡിസ്റ്റൻസാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു പിക്ചറിൽ താഴെ നിന്നാണ് വന്നേക്കുന്നത് ക്യാമറയുടെ ആംഗിൾ വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് നോക്കുമ്പോഴത്തേക്കും സാധാരണ ഐ ലൈനിൽ നിന്ന് സർക്കിളിൻ്റെ ടോപ്പ് വരെ എടുക്കുകയാണെങ്കിൽ അതേ ഡിസ്റ്റൻസ് ആയിരിക്കും താഴോട്ടും ഉള്ളത്. ഇതിപ്പോൾ താഴെ നിന്ന് ക്യാമറ ആംഗിൾ വന്നേക്കുന്നുണ്ട്, താഴ്ഭാഗം കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമ്മളൊന്ന് നോക്കിയിട്ട് കറക്റ്റായിട്ടൊന്ന് വരച്ച് കൊടുക്കുക. ഓക്കെ, അത്യാവശ്യം ഇനി ഒരു ജോയുടെ ഷേപ്പ് ഏറെക്കുറെ അതുപോലെ കിട്ടുന്ന പോലെ ഒന്ന് പെട്ടെന്ന് വരച്ചെടുക്കുക. ഞാനിവിടെ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാണ്. ഇനിയിപ്പോൾ നമുക്ക് ഈ നോസിൻ്റെ ഭാഗം സാധാരണ സർക്കിളിൻ്റെ താഴ്ഭാഗം ബേസാണ് എടുക്കാറ്. ഞാനിപ്പോൾ ക്യാമറ ആംഗിളും കൂടെ നോക്കി കുറച്ച് മുകളിൽ നിന്ന് എടുത്തിട്ടുണ്ട്. എനിക്ക് നോസിൻ്റെ താഴ്ഭാഗത്തൊന്നും കൂടെ കാണാമല്ലോ അതിനായിട്ട്. ഓക്കെ, ആ ഒരു രീതിയിൽ. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ താഴോട്ടുള്ള ഭാഗം നോസ് ലൈനിൽ നിന്ന് ജോ വരെയുള്ള ഭാഗം ഇതുപോലെ 3ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യണം. ഇതിൻ്റെ ടോപ്പിലത്തെ ഈ ഒരു ഭാഗം നമുക്ക് മൗത്തിൻ്റെ ലിപ്പിൻ്റെ ലൈനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഐയുടെ ലൈൻ വരും, ഐ ലൈൻ. ഓക്കെ, ഇത് നോസിൻ്റെ ലൈൻ വരും, ഇത് ലിപ്പിൻ്റെ ലൈൻ വരും. ഇത്രയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ഐ വരുന്ന ഭാഗം, നോസ് വരുന്ന ഭാഗമൊക്കെ നമുക്ക് ചെറുതായിട്ടൊന്ന് അത്യാവശ്യം എവിടെയാണ് സാധനങ്ങളൊക്കെ ഓരോന്ന് വരേണ്ടത്, എവിടെയാണ് ആ കണ്ണ് നമുക്ക് വരേണ്ടതെന്ന് നമ്മളൊന്ന് മാർക്ക് ചെയ്തിടുക. ചെറിയൊരു ഷേപ്പ് പോലെ ഒന്ന് വരച്ചിട്ടേക്കുക. ഓക്കെ, ചെറുതായിട്ട് നമ്മൾ കണ്ണും മൂക്കും പുരുവോ ചെവിയും
അല്ല, ചെറിയതായിട്ട് ഇന്നും ഷേപ്പൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ചെറിയ ഷേപ്പ് അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു ജിയോമെട്രി അവിടെ വരണം, അത്രേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് വേറൊരു ലെയർ എടുക്കാം. ആദ്യത്തെ ലെയർ ഒന്ന് ലൈറ്റാക്കി കൊടുക്കാം, ഒപ്പേസിറ്റി കുറയ്ക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ വരുന്ന രീതിയിൽ അടുത്ത രണ്ടാമത്തെ ഭാഗം നമുക്ക് വരയ്ക്കണം. രണ്ടാമത്തെ ലെയർ, രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അതുകൊണ്ട് രണ്ടാമത്തെ വരയ്ക്കണം. അത്യാവശ്യം ഫേസിൻ്റെ ഷേപ്പ് പ്രിസർവ് ചെയ്യാനായിട്ട് ഇവിടെ നോക്കണം, അത്യാവശ്യം ഷേപ്പ് കൊണ്ടുവരാനായിട്ട് നോക്കണം. ഏറെക്കുറെ കറക്റ്റാണൊന്നുമില്ല, ഏറെക്കുറെ. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് പെട്ടെന്ന് ഷേപ്പാക്കി എടുക്കാം. ചിലപ്പോൾ ഷേപ്പാവണമെന്നൊന്നുമില്ല, എന്തായാലും നമുക്ക് പയ്യെ ഉള്ള പ്രോസസ്സാണ്. നമ്മൾ ഓരോ സ്റ്റെപ്പ് പോകുന്നതോറും നമുക്ക് റിഫൈൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. പയ്യെ ചെയ്താൽ മതി. പെട്ടെന്ന് ചെയ്യാനായിട്ട് ആർട്ടിനെ നമുക്കൊരിക്കലും ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ പറ്റത്തില്ല എപ്പോഴും. ഇതിപ്പോൾ വീഡിയോ ആയിട്ട് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാം. ആർട്ടിനെ നമ്മളെപ്പോഴും ടൈം കൊടുത്ത് ചെറിയ റെസ്റ്റൊക്കെ എടുത്ത് ഇടയ്ക്ക് കുറേ ബ്രേക്ക് കൊടുത്ത് അതുപോലെ ചിന്തിച്ച് കുറേ ടൈം എടുക്കും. അപ്പോൾ എന്തായാലും നമുക്കിനി അത്യാവശ്യം ഒരു ഷേപ്പ് കൊണ്ടുവരുന്ന രീതിയിലൊന്ന് ആക്കിയെടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ ഇതേ പടം നേരെ ഈ മോഡലിൻ്റെ ഫേസിലോട്ട് വെച്ച് തന്നെ വരച്ചെടുക്കാൻ പറ്റും. പക്ഷേങ്കിൽ അതല്ലല്ലോ ഒരു വരയ്ക്കേണ്ട രീതി. നമ്മളൊരു പേപ്പറിലോട്ട് വരയ്ക്കുവാണെങ്കിൽ എന്തായാലും മുകളിൽ വെച്ച് വരയ്ക്കില്ല, ചിലർ മുകളിൽ വെച്ച് വരയ്ക്കും. ഞാനും മുകളിൽ വെച്ച് വരച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പം നോക്കിയാണ് നമ്മൾ വരയ്ക്കുന്നത്, അതേ ഒരു നല്ലൊരു ഷേപ്പ് കൊണ്ടുവരാനായിട്ട് നോക്കുകയാണ്. അത്യാവശ്യം ഷേപ്പ് വരിക. എന്തായാലും നമുക്കിതൊന്ന് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തൊന്ന് പെട്ടെന്നൊന്ന് വരച്ച് സെറ്റാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് കണ്ണും കൂടെ ഒന്ന് വരച്ച് വെക്കാം. അപ്പോൾ ഒരു നോക്കുന്ന ഒരു ഡയറക്ഷനും കൂടെ കറക്റ്റ് കിട്ടുന്ന രീതിയിൽ അടുത്തൊരു ലെയറും കൂടെ നമ്മൾ ഇടുകയാണ്. ഇത് വേണം നമുക്ക് കാർട്ടൂണായിട്ട് വരയ്ക്കാനായിട്ട്. ഇതുപോലെ ചുമ്മാ ഒരു ഹെയറൊക്കെ വെച്ച് ചെറിയ സിംഗിൾ സ്ട്രോക്കിൽ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ഒരു കാർട്ടൂണിൻ്റെ ഒരു ലുക്ക് കൊണ്ടുവരും. ഒരു കാർട്ടൂൺ ഫേസ് വരയ്ക്കാനായിട്ടുള്ള ഒരു കാർട്ടൂൺ ഫിഗർ വരയ്ക്കാനായിട്ടുള്ള ഒരു ബേസ് ആണെന്ന് പറയും ഇപ്പോൾ ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനി കറക്റ്റ് ഒന്ന് റിഫൈൻ ചെയ്ത് ഒറ്റ സിംഗിൾ സ്ട്രോക്കിൽ ഓരോന്ന് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ഒരു കാർട്ടൂൺ പോലെ തന്നെ ഒരു ഫേസ് നമുക്ക് കിട്ടും. ഇപ്പോൾ എന്തായാലും ഈ പെണ്ണാണോ ഈ പെണ്ണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റത്തില്ല, അറിയത്തില്ല. രണ്ടും രണ്ടായിട്ടാണ് ഇരിക്കുന്നത്, രണ്ട് പോലെയാണ് ഇരിക്കുന്നതെന്നും മനസ്സിലാകുന്നില്ല. രണ്ട് ഷേപ്പാണ്. എന്തായാലും വീണ്ടും നമ്മൾ റിഫൈൻ ചെയ്ത് വരുമ്പോഴത്തേക്കും കറക്റ്റായി തന്നെ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ചെറിയൊരു കാർട്ടൂൺ ഫിഗർ വരയ്ക്കുന്നത്. എന്തായാലും ഞാനൊരു കാർട്ടൂൺ ഫിഗർ വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം ഒരു ഏറെക്കുറെ ഭയങ്കര ഹൈപ്പർ റിയലിസ്റ്റിക്കിലല്ലാണ്ട് ഏറെക്കുറെ ഒരു അത്യാവശ്യം തരക്കേടില്ലാത്ത ഒരു റിയലിസ്റ്റിക് ഫേസ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു രീതി വരുന്നവരാണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് തരക്കേടില്ലാത്ത ഒരു എന്താ പറയുന്നത്, ഒരു സ്കെച്ച് ചെയ്ത പോലെ ഇരിക്കണം. അതാണ് എൻ്റെ ഒരു ഉദ്ദേശം. ഇതിപ്പോൾ ചുമ്മാ കാർട്ടൂൺ വരച്ച് അങ്ങനെ ഇരിക്കുന്നത് കാണിച്ചാണ്. അപ്പോൾ ഞാൻ ഒന്നാമത്തെ സ്റ്റെപ്പ് ചെയ്തേക്കുന്നത് ഇതുപോലൊരു ബേസ് വരച്ചു. രണ്ടാമത്തെ ഒന്നോടെ റിഫൈൻ ചെയ്തു. ഇനിയിപ്പോൾ കാർട്ടൂൺ വരയ്ക്കാനാണെങ്കിൽ കാർട്ടൂണിൻ്റെ രീതിയിലോട്ട് പോകാം, അല്ല റിയലിസ്റ്റിക് ആയിട്ട് വരയ്ക്കണമെങ്കിൽ അങ്ങനെ പോകാം. കാർട്ടൂൺ ആണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇതിൽ നിന്നായിരിക്കും നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെയല്ല, അല്ലാണ്ട് ഫേസ് വരയ്ക്കാനാണ് എങ്കിൽ ഓരോ പാർട്ട് വീതം റിഫൈൻ ചെയ്യുക. കണ്ണിങ്ങനെ റിഫൈൻ ചെയ്യുക, അങ്ങനെ ഇപ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി വരച്ചതാണിത്. കണ്ണ് റിഫൈൻ ചെയ്യുക, ഫേസിൻ്റെ കറക്റ്റ് ഡയമെൻഷൻസ് കൊണ്ടുവരിക, അങ്ങനെ ഓരോരോ പ്രോസസ്സുകളാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ എന്തോ ഒരു സാധനം വരച്ച് വെച്ചിട്ടുണ്ട്. ടൈം എടുക്കും. ഓക്കെ, ഞാനിപ്പോൾ ഒരു 5-6-7 മണിക്കൂറൊക്കെ എടുത്ത് ഒരു അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ഡ്രോയിങ് ഇവിടെ വരച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നല്ലൊരു ഇൻട്രോ വരാനായിട്ട് ഞാനവിടെ മാസ്ക് ഇട്ട് വെച്ചേക്കുവാണ്. പയ്യെ വരച്ച് ഫുള്ള് റിവീൽ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഹെയർ വരച്ചേക്കുന്നത് കുറച്ച് ടൈം എടുത്ത് തന്നെയാണ് ഹെയർ വരച്ചേക്കുന്നത്. ഓരോരോ സിംഗിൾ സ്റ്റാൻഡ് വീതം വരച്ചുണ്ടാക്കിയിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഒരു ബേസിലാണെങ്കിൽ നമുക്ക് ഹെയറൊക്കെ പെട്ടെന്ന് വരയ്ക്കാനായിട്ട് സഹായിക്കും. ഒരു സിംഗിൾ കളർ ഒരു ബേസ് ഇട്ടിട്ട് ഫേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കണ്ടില്ലേ, അത്യാവശ്യം കറക്റ്റ് ഷേപ്പ് ഒന്നെന്ന് ചോദിച്ചാൽ ഏറെക്കുറെ അല്ലേ, അത്ര കറക്റ്റായിട്ടില്ല. ജോയുടെ ഭാഗമൊക്കെ കുറച്ചുകൂടെ കറക്റ്റായിട്ടുണ്ട്. എന്തായാലും ഈ ഒരു സ്റ്റെപ്പിൽ ഡ്രോയിങ് തീർന്നിട്ടില്ല. ഇനിയും കുറേ നേരം ഞാൻ ഇനിയൊരു റെസ്റ്റ് എടുത്തിട്ട് ഒന്ന് വീണ്ടും നോക്കുകയാണെങ്കിൽ എനിക്ക് ഇനിയും മനസ്സിലാവും എവിടെയൊക്കെ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാവും. വീണ്ടും അത് ശരിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇത്രയും ചെയ്തിട്ടുണ്ട്. വലിയ കുഴപ്പമില്ലാതെ ശരിയായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, ഏറെക്കുറെ അല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്ത ഡ്രോയിങ്, കണ്ടില്ലേ.
നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറേ ടൈം എടുക്കും. ഇതിപ്പോൾ ഒരു 6-7 മണിക്കൂർ എടുത്ത് വരച്ചതാണ്. കൂടുതൽ ഇപ്പോൾ ഒരു ഒരാഴ്ച കൊണ്ടൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഡ്രോയിങ് നമുക്ക് കിട്ടും. ടോട്ടൽ 7 മണിക്കൂർ, 2 ദിവസം കൊണ്ടാണ് വരച്ചേക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ഒരു ഫേസിൻ്റെ പ്രപ്പോർഷനൊക്കെ നോക്കി കറക്റ്റായിട്ട് വരയ്ക്കാനായിട്ട്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഇത്ര ഉള്ള കാര്യം. അത് പറ. ഇനി പേനതാ ഞാൻ വരയ്ക്കാം. ഇത് വരയ്ക്കാനോ നീയോ? വേണ്ട, ഇത് പ്രൊഫഷണൽസ് മാത്രം വരയ്ക്കുന്ന സാധനമാണ്. ഇതിൽ പിള്ളേർ കളിക്കാനുള്ളതല്ല. ഓക്കെ, പോയി പേപ്പറും പെൻസിലും എടുത്ത് വരയ്ക്കുക. ചെല്ലി. ഞാൻ പേപ്പർ വരച്ചോളാം, കുഴപ്പമില്ല. ശരി എന്നാ. ഇല്ല, എനിക്കിത് പറ്റുമെന്ന് തോന്നില്ല. വന്നോ? ഒരു 7 ദിവസം കൊണ്ട് എങ്ങനെയും അവനെ കൊണ്ട് വരപ്പിച്ചെടുക്കാതിരിക്കും.